ഹലോ സ്റ്റുഡൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്ന പോർഷൻ മൊമെൻറ്റ്സ് ആണ്. പേജ് നമ്പർ 260. അപ്പം നമ്മൾ സെക്കൻഡ് യൂണിറ്റ് പഠിച്ചു തുടങ്ങിയ സ്ക്യൂനെസ് മൊമെൻറ്റ്സ് ആൻഡ് കട്ട് ഓഫ്സ് ആണ്. അപ്പം അതിൻ്റെ അകത്ത് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള 4 മെത്തേഡ്സുമാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളതാണ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെയിനായിട്ടും ഫിസിക്സിലും മെക്കാനിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്സിലും മെക്കാനിക്സിലൊക്കെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ടേണിങ് ഓർ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് എ ഫോഴ്സ് എബൌട്ട് സം പോയിൻ്റ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു വസ്തുവിന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടേൺ ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റാണ് നമ്മൾ അതിൻ്റെ അകത്ത് പറയുന്നത്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിൽ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ അരിത്തമെറ്റിക് ആവറേജ് ഓഫ് എ സർട്ടെയിൻ പവർ ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദ ഐറ്റംസ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ. കുറച്ച് ഐറ്റംസ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐറ്റംസിന് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ്റെ അകത്തുനിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഡീവിയേഷൻ പവറിൻ്റെ ആവറേജാണ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊമെൻറ്റ്സിൻ്റെ തന്നെ 3 ഓർഡർ അല്ല, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ, അങ്ങനെ പോകുന്നതാണ് മൊമെൻറ്റ്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂസസ് ഓഫ് മൊമെൻറ്റ്സ് ആണ്. മൊമെൻറ്റ്സ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഒരു സീരീസിൻ്റെ സെൻട്രൽ ടെൻഡൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, ഒരു സീരീസിലെ ഐറ്റംസിൻ്റെ ഡിസ്പെർഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൊമെൻറ്റ്സിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്, ഒരു സീരീസിൻ്റെ സ്ക്യൂനെസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. നാലാമത്, ഒരു സീരീസിൻ്റെ കർട്ടോസിസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഈ കർട്ടോസിസ് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ട് വരുന്നതേ ഉള്ളൂ. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസാണ്. ദ ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റ് എന്ന് പറയുന്നത്, അതായത് μ1 എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. μ1 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് എബൌട്ട് ദ മീൻ ഇൻഡിക്കേറ്റസ് ദ വേരിയൻസ്. അതായത് μ2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ്. നേരത്തെ വെച്ച സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് μ2ൻ്റെ റൂട്ടാണ്. അടുത്തത് തേർഡ് സെൻട്രൽ മൊമെൻറ്റ്, അതായത് μ3യും സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റ് അതായത് μ2, ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്യൂനെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാൾ പിയേഴ്സൺ ഈ മൊമെൻറ്റ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഒരു മെഷർ ഓഫ് സ്ക്യൂനെസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. β1 ഈസ് ഈക്വൽ ടു μ3 സ്ക്വയർ ഡിവൈഡഡ് ബൈ μ2 ക്യൂബ്, വേർ β1 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോർത്തും സെക്കൻഡും സെൻട്രൽ മൊമെൻറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കർട്ടോസിസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് β2 എന്ന് പറഞ്ഞാൽ μ4 ഡിവൈഡഡ് ബൈ μ2 സ്ക്വയർ ആണ്. അവിടെ β2 എന്ന് പറയുന്നത് 3 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് മെസോകർട്ടിക്കാണ്. β2 ഗ്രേറ്റർ ദാൻ 3 ആണെന്നുണ്ടെങ്കിൽ ലെപ്റ്റോകർട്ടിക്കാണ്. β2 ലെസ് ദാൻ 3 ആണെന്നുണ്ടെങ്കിൽ പ്ലാറ്റികർട്ടിക്കാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് മെസോകർട്ടിക്കാണോ ലെപ്റ്റോകർട്ടിക്കാണോ അതോ പ്ലാറ്റികർട്ടിക്കാണോ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് വരും. അടുത്തത് മൊമെൻറ്റ്സ് എബൌട്ട് ദ മീൻ, അതായത് സെൻട്രൽ മൊമെൻറ്റ്സ്. ഈ മൊമെൻറ്റ്സ് എബൌട്ട് ദ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂ എന്നുള്ള ലെറ്റർ അല്ലെങ്കിൽ ആ ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഈ മൊമെൻറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പവേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീനാണ് നമുക്ക് ശരിക്ക് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. മൊമെൻറ്റ്സിനെ നമ്മൾ സിംബോളിക്കായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. താഴെ μ1, μ2, μ3, μ4 എന്നും വേണ്ടി കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മൊമെൻറ്റ് എന്ന് പറയുന്നത് μ1 ആണ്. μ1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് σx - x ബാർ ഡിവൈഡഡ് ബൈ n ആണ്, അല്ലെങ്കിൽ σd/n അല്ലെങ്കിൽ σfd/n. സെക്കൻഡ് മൊമെൻറ്റ് അബൌട്ട് ദ മീൻ എന്ന് പറയുന്നത് μ2, അതായത് σx - x ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ മീൻ ആണ്. സെക്കൻഡ് മൊമെൻറ്റ് ആയപ്പോൾ അവിടെ സ്ക്വയർ ആയി എന്നുള്ളത് ഓർത്താൽ മതി. σd²/n σfd²/n. തേർഡ് മൊമെൻറ്റ് ആകുമ്പോൾ അത് μ³ ആണ്, μ3 ആണ്. μ3യുടെ കാണുമ്പോഴത്തേനും അവിടെ നമ്മൾ ക്യൂബ് കാണണം. σx - x ബാർ ക്യൂബ് ഡിവൈഡഡ് ബൈ n അല്ലെങ്കിൽ σd³/n അല്ലെങ്കിൽ σfd³/n. ഇനി ഫോർത്ത് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ μ4 ആണ്. അപ്പം നമുക്ക് ⁴ വരും. σx - x ബാർ ⁴ ഡിവൈഡഡ് ബൈ n അല്ലെങ്കിൽ σd⁴/n അല്ലെങ്കിൽ σfd⁴/n ആണ്.
അപ്പം നമുക്ക് ആക്ച്വൽ മീൻ്റെ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ മൊമെൻറ്റ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇനി ആക്ച്വൽ മീൻ എന്ന് പറയുന്നത് ഡെസിമൽ ഫിഗറായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആർബിട്രറി വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മൊമെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോ മൊമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അടുത്തത് മീൻസ് എബൌട്ട് വൺ ആർബിട്രറി വാല്യൂ അല്ലെങ്കിൽ റോ മൊമെൻറ്റ്സ് ആണ്. ആർബിട്രറി വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്യൂംഡ് വാല്യൂ തന്നെയാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡീവിയേഷൻസ് ഓഫ് ഐറ്റംസ് ടേക്കൺ ഫ്രം അസ്യൂംഡ് മീൻ അല്ലെങ്കിൽ ആർബിട്രറി വാല്യൂ ആണ്. അപ്പോൾ ഈ മൊമെൻറ്റ്സിനെ നമ്മൾ സിംബോളിക്കായിട്ട് കാണിച്ചിരിക്കുന്നതാണ് 4 μ-1, μ-2, μ-3, μ-4 എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഫസ്റ്റ് റോ മൊമെൻറ്റ് എന്ന് പറയുന്നത് μ-1 ആണ്. സിഗ്മ എക്സ് മൈനസ് എ ബൈ എൻ ആണ്. എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീനാണ്, അല്ലെങ്കിൽ സിഗ്മ ഡി ബൈ എൻ അല്ലെങ്കിൽ സിഗ്മ എഫ് ഡി ബൈ എൻ. ഇതിൻ്റെ സെക്കൻഡ് റോ മൊമെൻറ്റ് എന്ന് പറയുമ്പം μ-2 ആണ്. അപ്പോൾ അവിടെ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ വരും എന്നുള്ളത് ഓർക്കുക. തേർഡ് മൊമെൻറ്റ് വരുമ്പോഴത്തേനും ക്യൂബ് വരും. ഫോർത്ത് മൊമെൻറ്റ് വരുമ്പോഴത്തേനും റേസ് ടു 4 വരും. അപ്പോൾ ഈ റോ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വൽ മൊമെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റോ മൊമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആക്ച്വൽ മൊമെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്താലേ നമുക്കതിൻ്റെ ആ ഒരു സീരീസിൻ്റെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ശരിക്കുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ റോ മൊമെൻറ്റ്സിനെ ആക്ച്വൽ മൊമെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് താഴെ നിങ്ങൾക്ക് നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത്. കൺവേർഷൻ ഓഫ് റോ മൊമെൻറ്റ്സ് ഇൻറ്റു ദ മൊമെൻറ്റ്സ് എബൌട്ട് ടു മീൻ എന്നും പറഞ്ഞിട്ട്. അതിനകത്ത് μ1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ μ-1 മൈനസ് μ-1 ആണ്. അതെപ്പോഴും 0 ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അടുത്തത് μ2 എന്ന് പറയുന്നത് μ-2 മൈനസ് μ-1ൻ്റെ സ്ക്വയർ ആണ്. μ3 എന്ന് പറയുന്നത് μ-3 മൈനസ് 3 ഇൻറ്റു μ-2 ഇൻറ്റു μ-1 പ്ലസ് 2 ഇൻറ്റു μ-1 ക്യൂബാണ്. അടുത്ത ഫോർത്ത് മൊമെൻറ്റ് μ4 എന്ന് പറയുന്നത് μ-4 മൈനസ് 4 ഇൻറ്റു μ-3 ഇൻറ്റു μ-1 പ്ലസ് 6 ഇൻറ്റു μ-സ്ക്വയർ ഇൻറ്റു μ-1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു μ-1 ഓൾ റേസ് ടു 4. ഇക്വേഷൻസ് നിങ്ങൾ കാണാപ്പാഠം പഠിക്കുകയല്ലാതെ വേറെ ഒരു വഴിയില്ല. അപ്പോൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ മീനിൽ നിന്നുള്ള മൊമെൻറ്റും μ' എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർബിട്രറി വാല്യൂ ആണ്, അല്ലെങ്കിൽ അസ്യൂംഡ് മീനിൽ നിന്നുള്ള മൊമെൻറ്റും ആണ്. അപ്പോൾ അങ്ങനെ അസ്യൂംഡ് മീൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആക്ച്വൽ മീൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റിജറായിട്ട് കിട്ടാത്ത അവസ്ഥ, അതായത് ഡെസിമൽ പോയിൻ്റ് ആയിട്ടോ ഫ്രാക്ഷനായിട്ടോ വരുന്ന അവസ്ഥയിൽ മാത്രം ഇങ്ങനെ അസ്യൂംഡ് മീൻ ഇട്ട് നിങ്ങൾ ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഇക്വേഷനും കൂടെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതിൽ ആ കൺവേർഷൻ്റെ ഇക്വേഷനിൽ നിങ്ങൾ മൂന്നാമത്തെ ഇക്വേഷനും നാലാമത്തെ ഇക്വേഷനും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ μ'3 മൈനസ് 3 ഇൻറ്റു μ'2 കഴിഞ്ഞിട്ടൊരു കുത്തിട്ടേക്കുന്നുണ്ടോ. കുത്തെന്ന് പറയുന്നത് ഇൻറ്റു എന്നുള്ള മീനിങ്ങിൽ ഇട്ടേക്കുന്നുണ്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ ഇൻറ്റു ചെയ്താൽ മതി. ഇൻറ്റു μ'1 ആണ് അവിടെ ചെയ്യുന്നത്. പിന്നെ അപ്പുറത്ത് ബ്രാക്കറ്റ് ഇട്ടിട്ടുമുണ്ട്, അത് ക്യൂബ് കണ്ടിട്ട് വേണം ഇൻറ്റു ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കി 2 ഇൻറ്റു μ'1 ക്യൂബ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യൂബ് കാണണം. ക്യൂബ് കണ്ടു കഴിഞ്ഞിട്ട് ഇൻറ്റു 2 ചെയ്യാവുള്ളൂ. അതേപോലെ നാലാമത്തെ കൺവേർഷൻ്റെ കിടക്കുന്നത് അതും μ'4 മൈനസ് 4 ഇൻറ്റു μ'3 കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ടേക്കുന്നത് ഇൻറ്റു എന്നുള്ള മീനിങ്ങിലാണ്. 4 ഇൻറ്റു μ'3 ഇൻറ്റു μ'1 ആണത്, പ്ലസ് 6 ഇൻറ്റു μ'2 ഇൻറ്റു μ'1 സ്ക്വയർ. അപ്പോൾ സ്ക്വയർ കണ്ടു കഴിഞ്ഞിട്ട് അതുമായിട്ട് ഇൻറ്റു ചെയ്യാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ സ്ക്വയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫസ്റ്റ് സോൾവ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാവുള്ളൂ. പിന്നെ പ്ലസ്സും മൈനസും കൂടെ വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പ്ലസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടേ മൈനസ് സോൾവ് ചെയ്യാവുള്ളൂ. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ നമ്പർ 18 നോക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത 4 സെൻട്രൽ മൊമെൻറ്റ്സ് ആൻഡ് അപ്ലൈ ബീറ്റ മെഷേഴ്സ് ക്യൂനസ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന വാല്യൂസ് 2, 4, 6, 8, 10 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 4 മൊമെൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം മൊമെൻറ്റ്സ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. മീൻ നമുക്ക് കിട്ടുന്നത് ഒരു ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് തന്നെ എടുക്കാം. ഇൻറ്റിജർ കിട്ടിയില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ അസ്യൂംഡ് മീൻ എടുക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് മീൻ കാൽക്കുലേറ്റ് ചെയ്തു. മീൻ കാൽക്കുലേറ്റ് ചെയ്തത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. അത് യൂസ് ചെയ്ത് മീൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേനും 30/5 6 എന്ന് കിട്ടി. നമുക്ക് ഇൻറ്റിജർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് μ1, μ2, μ3, μ4 കാണാനായിട്ട് പറ്റും. അപ്പം μ1 കാണണമെന്നുണ്ടെങ്കിൽ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ വേണം. μ2 കാണണമെന്നുണ്ടെങ്കിൽ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ വേണം.
μ3 കാണാൻ വേണ്ടി x മൈനസ് എക്സ് ബാർ ക്യൂബ് വേണം. μ4 കാണാൻ വേണ്ടിയിട്ട് x മൈനസ് എക്സ് ബാർ റേസ് ടു 4 വേണം. അപ്പോൾ ഫസ്റ്റ് x മൈനസ് എക്സ് ബാർ കണ്ടു, അതിൻ്റെ സ്ക്വയർ, അതിൻ്റെ ക്യൂബ്, അതിൻ്റെ റേസ് ടു 4, ഇത്രയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ x മൈനസ് എക്സ് ബാർ കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എക്സ് ബാർ കിട്ടിയിരിക്കുന്നത് 6 ആണ്. അപ്പോൾ എല്ലാത്തിനകത്തുനിന്നും 6 ഡിഡക്റ്റ് ചെയ്തു. 2 മൈനസ് 6, 4 മൈനസ് 6, 6 മൈനസ് 6, 8 മൈനസ് 6, 10 മൈനസ് 6 ചെയ്തപ്പോഴത്തേനും -4, -2, 0, 2, 4 ഇങ്ങനെ കിട്ടി. നെക്സ്റ്റ് അതിൻ്റെ സ്ക്വയർ കണ്ടിരിക്കുന്നു. 4ൻ്റെ സ്ക്വയർ 16, 2ൻ്റേത് 4, 0യുടേത് 0 തന്നെ, 2ൻ്റേത് 4, 4ൻ്റേത് 16 അങ്ങനെ വന്നിരിക്കുന്നു. അപ്പം നമ്മൾ സ്ക്വയർ കാണുന്ന സമയത്ത് അതിൻ്റെ നെഗറ്റീവ് സൈൻ മാറും. വീണ്ടും നമ്മൾ ക്യൂബ് കാണുന്ന സമയത്ത് അത് വീണ്ടും നെഗറ്റീവ് സൈൻ അവിടെ വരും. റേസ് ടു 4 വരുമ്പോഴും പോസിറ്റീവ് തന്നെയായിരിക്കും. ക്യൂബ് കാണുന്ന സമയത്ത് 4ൻ്റെ ക്യൂബ് 64ആണ്, അതായത് 16 × 4 ചെയ്താൽ മതി. ദെൻ 2ൻ്റെ ക്യൂബ് 8, 0യുടെ 0 തന്നെ. ദെൻ റേസ് ടു 4 കാണുന്ന സമയത്ത് 64 × 4 ചെയ്താൽ മതി നമുക്ക് റേസ് ടു 4 കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ 4 × 4 × 4 × 4 അങ്ങനെ 4 തവണ 4നെ ഇൻറ്റു ചെയ്താലും 256 തന്നെ നമുക്ക് കിട്ടും. അപ്പം 4ൻ്റെ റേസ് ടു 4 എന്ന് പറയുന്നത് 256ഉം 2ൻ്റേത് 16ഉമാണ് വരുന്നത്. അപ്പോൾ ഇത്തരം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സമ്മല്ലാത്തതിനെ കാണുക. സമ്മ് കണ്ടു കഴിയുമ്പോൾ പിന്നെ മ്യൂവിൻ്റെ വാല്യൂ കാണുക. മ്യൂ എന്ന് പറയുന്നത് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ n ആണ്. അപ്പോൾ അത് എപ്പോഴും 0യെ കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 0 ആണ്. 0 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോഴും 0 തന്നെ കിട്ടുകയുള്ളൂ. രണ്ടാമത്തെ μ2 കാണാൻ വേണ്ടി സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ചെയ്തു. അത് എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് 40 ആണ് കിട്ടിയത്. 40 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 8 കിട്ടും. ഇനി അടുത്തത് μ3 കാണാൻ വേണ്ടി എക്സ് മൈനസ് എക്സ് ബാർ ക്യൂബ് ഡിവൈഡഡ് ബൈ n, അത് 0 ഡിവൈഡഡ് ബൈ 5, 0 തന്നെയാണ് കിട്ടിയത്. μ4 എന്ന് പറയുമ്പം എക്സ് മൈനസ് എക്സ് ബാർ റേസ് ടു 4 ഡിവൈഡഡ് ബൈ n, 544 ഡിവൈഡഡ് ബൈ n ചെയ്യുമ്പം 108.8 കിട്ടും. അപ്പം നമുക്ക് 4 സെൻട്രൽ മൊമെൻറ്റ്സ് ഇവിടെ കിട്ടി. പിന്നെ നമ്മളോട് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുമ്പോൾ β1 = μ3 സ്ക്വയർ ഡിവൈഡഡ് ബൈ μ2 ക്യൂബ് ആണ്. μ3 നമ്മൾ കണ്ടല്ലോ 0 ആണ് കിട്ടിയത്. അപ്പോൾ 0യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0യേ വരുള്ളൂ. ദെൻ μ2 ക്യൂബ് എന്ന് പറയുമ്പോൾ μ2 എന്ന് പറയുന്നത് 8 ആണ്. 8ൻ്റെ ക്യൂബാണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതൊരു സംഖ്യേനെയും 0 ഡിവൈഡഡ് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ β1 എന്ന് പറയുന്നത് 0 അപ്പോൾ 0 കിട്ടിയത് കൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് നമുക്ക് പറയാം. അത് നമ്മൾ നേരത്തെ പേജ് നമ്പർ 245 ടിപ്സ് ടു റിമെമ്പറിൽ കണ്ടുപോയതായിരുന്നു. β1 = 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആബ്സെൻസ് ഓഫ് സ്ക്യൂനെസ് ആണെന്നുള്ളത്. ഇല്ലസ്ട്രേഷൻ നമ്പർ 19 ഇല്ലസ്ട്രേഷൻ നമ്പർ 18 സെയിം തന്നെയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ തന്നെ കാഴ്ച നോക്കിയാൽ മതി. അടുത്ത ഇല്ലസ്ട്രേഷൻ നമ്പർ 20 നോക്കുക. ഇത് ആർബിട്രറി വാല്യൂ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. ഇല്ലസ്ട്രേഷൻ നമ്പർ 20 എന്ന് പറയുന്നത് ഫ്രം ദ ഫോളോയിങ് സീരീസ് ഫൈൻഡ് ദ ഫസ്റ്റ് 4 moments about an arbitrary value and convert them into the moment about the actual mean എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ആർബിട്രറി വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ അതിനെ ആക്ച്വൽ മൊമെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് 2, 3, 7, 8, 10 ആണ്. അപ്പോൾ ഇവിടെ ആർബിട്രറി വാല്യൂ നേരിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പിന്നെ നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആർബിട്രറി വാല്യൂ എന്ന് പറയുമ്പോൾ ഏകദേശം നടുക്ക് നിൽക്കുന്ന വാല്യൂ എടുക്കാം. അപ്പോൾ 2, 3, 7, 8, 10 ആയതുകൊണ്ട് നമുക്ക് 7നെ അസ്യൂംഡ് മീൻ അല്ലെങ്കിൽ ആർബിട്രറി വാല്യൂ ആക്കി എടുക്കാം. എന്നിട്ട് അവിടെ നമുക്ക് എക്സ് മൈനസ് എ, അതിൻ്റെ സ്ക്വയർ, ക്യൂബ്, റേസ് ടു 4 ഇത്രയാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ എ ആയിട്ട് എടുത്തിരിക്കുന്നത് 7 ആണ്. അപ്പോൾ ഇവിടെ 2 - 7, 3 - 7, 7 - 7, 8 - 7, 10 - 7 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡി കിട്ടും. ഡിയുടെ സ്ക്വയർ, ഡിയുടെ ക്യൂബ്, ഡി റേസ് ടു 4 ഇത്ര എണ്ണം കണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം ടോട്ടലും കണ്ടു. ഇനി μ'1 കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിഗ്മ ഡി ബൈ n ആണ്. -5 ഡിവൈഡഡ് ബൈ 5 -1 കിട്ടും. μ'2 എന്ന് പറയുമ്പം ഡി സ്ക്വയർ ബൈ n ആണ്. അത് ചെയ്യുമ്പോഴത്തേനും 51/5 10.2 കിട്ടും. ഇനി μ'3 എന്ന് പറയുന്നത് സിഗ്മ ഡി ക്യൂബ് ബൈ n ആണ്. -161 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 32.2 കിട്ടും. μ'4 എന്ന് പറയുന്നത് സിഗ്മ ഡി റേസ് ടു 4 ബൈ n ആണ്. 963 ഡിവൈഡഡ് ബൈ 5 192.6 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം μ' ആണ്, അതായത് ആർബിട്രറി വാല്യൂവിലുള്ള മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ആക്ച്വലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കൺവേർഷൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് നെക്സ്റ്റ് ചെയ്തിരിക്കുന്ന കാൽക്കുലേഷൻ ഓഫ് സെൻട്രൽ മൊമെൻറ്റ്സ് എന്നും വേണ്ട.
μ1 എന്ന് പറയുന്നത് μ'1 മൈനസ് μ'1 ആണ്. അത് നമുക്ക് എപ്പോഴും 0 ആയിരിക്കും കിട്ടുന്നത്. അടുത്തത് μ2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ μ'2 മൈനസ് μ'1 സ്ക്വയർ ആണ്. μ'2 എന്ന് പറയുന്നത് 10.2 ആണ്. 10.2ൽ നിന്ന് μ'1 അതായത് -1ൻ്റെ സ്ക്വയർ ഡിഡക്റ്റ് ചെയ്തു. അപ്പം നമുക്ക് 9.2 കിട്ടി. ഇനി μ3 എന്ന് പറയുന്നത് μ'3 മൈനസ് 3 ഇൻറ്റു μ'2 ഇൻറ്റു μ'1 പ്ലസ് 2 ഇൻറ്റു μ'1 ക്യൂബാണ് വരുന്നത്. അപ്പം μ'3 എന്ന് പറയുന്നത് -32.2 ആണ്. -32.2 മൈനസ് 3 ഇൻറ്റു 10.2 ഇൻറ്റു -1 പ്ലസ് 2 ഇൻറ്റു -1 ക്യൂബ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. അതാണ് 3 ഇൻറ്റു 10.2 ഇൻറ്റു -1 ഫസ്റ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. -30.6 വരും. ദെൻ -1ൻ്റെ ക്യൂബ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് -1 തന്നെയായിരിക്കും. ദെൻ ബ്രാക്കറ്റെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പം ബ്രാക്കറ്റിന് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും -32.1 മൈനസ് 30.6 ആണ്. അപ്പോൾ മൈനസോട് ഇൻറ്റു ചെയ്താൽ പ്ലസ് ആവുന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നപ്പോഴത്തേനും അത് +30.6 ആയിട്ട് മാറിയത്. പിന്നെ മൈനസും പ്ലസും കൂടെ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസായിട്ട് മാറും. അതുകൊണ്ടാണ് അടുത്തത് +2 ഇൻറ്റു -1 ചെയ്തപ്പം അത് -2 ആയിട്ട് മാറിയത്. അപ്പോൾ അതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് -3.6 കിട്ടും. അപ്പോൾ ഇവിടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ മൈനസോടുള്ളത് ഒരുമിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ -32.2 ഉണ്ട്, -2 ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ -34.2 എന്ന് കിട്ടും. -34.2ൻ്റെ അകത്തുനിന്ന് 30.6 ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് -3.6. അതായത് ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. മൈനസും പ്ലസോടെ വന്നാൽ നമ്മളെപ്പോഴും ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ സൈനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അടുത്തത് μ4 കണ്ടിരിക്കുന്നത് μ'4 മൈനസ് 4 ഇൻറ്റു μ'3 ഇൻറ്റു μ'1 പ്ലസ് 6 ഇൻറ്റു μ'2 ഇൻറ്റു μ'1 സ്ക്വയർ -3 ഇൻറ്റു μ'1⁴. അപ്പോൾ ഇവിടെ നിങ്ങളെപ്പോഴും ഓർക്കുക, ഈ സ്ക്വയറും ക്യൂബൊക്കെ തന്നിരിക്കുമ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടേ പിന്നെ ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്ത് കഴിഞ്ഞിട്ടല്ല സ്ക്വയറും ക്യൂബും കാണേണ്ടത്. അപ്പോൾ അവിടെ ഫസ്റ്റ് ക്യൂബും സ്ക്വയറൊക്കെ കണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും μ4 എന്ന് പറയുന്നത് 122 കിട്ടും. ഇത്രയാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അഡീഷണലായിട്ട് അവിടെ ടെക്സ്റ്റിൽ β1 പിന്നെ ഫിഷേഴ്സ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4 സെൻട്രൽ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ടും അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനടുത്ത കോഎഫിഷ്യൻ്റ് കാണുന്ന β1ൻ്റെ ഇക്വേഷൻ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപോയതാണ്. μ3² ഡിവൈഡഡ് ബൈ μ2 ക്യൂബാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ 0.017 കിട്ടും. പിന്നെ ഫിഷേഴ്സ് കോഎഫിഷ്യൻറ്റും അവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ±√μ3² ഡിവൈഡഡ് ബൈ μ2 ക്യൂബാണ്. അതായത് മുകളിൽ ചെയ്തത് തന്നെ റൂട്ടിൻ്റെ അകത്തിട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും -0.129 കിട്ടും. പിന്നെ അവിടെ മെത്തേഡ് 2 എന്നും പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് ഫിഷേഴ്സിൻ്റേത്. നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി. β2 അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കണ്ടുപിടിക്കണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ β1 β2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 21 നോക്കുക. അതിൻ്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ ഫസ്റ്റ് 4 മൊമെൻറ്റ്സും പിന്നെ β1 β2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലുള്ളൊരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ മാറും σfx/n ആണ്. അപ്പോൾ σfx/n വെച്ച് മീൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തൊട്ട് താഴെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 4.9. അതായത് ഒരു അബ്സല്യൂട്ട് നമ്പറല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഒരു ഫ്രാക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് അസ്യൂംഡ് മീൻ എടുത്ത് ചെയ്യുന്നതാണ് എളുപ്പം. ഫ്രാക്ഷൻസ് എല്ലാം വരുന്ന സമയത്ത് അസ്യൂംഡ് മീനാണ് എടുക്കേണ്ടത്. അപ്പോൾ അസ്യൂംഡ് മീനായിട്ട് നമുക്ക് ഏകദേശം സെൻട്രലിൽ നിൽക്കുന്ന ഒരു വാല്യൂ നമുക്ക് അസ്യൂംഡ് മീനായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എക്സിൻ്റെ അകത്തുനിന്ന് എക്സ് എന്ന് പറയുന്ന 1 മുതൽ 9 വരെയുള്ള സംഖ്യകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു 5നെ അസ്യൂംഡ് മീനാക്കി എടുക്കാം. എന്നിട്ട് ഡി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് x-5 കാണണം. പിന്നെ D2 D3 D4 ഇത് കാണണം. പിന്നെ നമുക്ക് FD കാണണം, FD², FD³ FD⁴. ഇത്രയും കോളമാണ് നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ ആവശ്യമായിട്ടുള്ളത്. ഇൻഡിവിജ്വൽ സീരീസിലാണെന്നുണ്ടെങ്കിൽ ഡി മാത്രം മതിയായിരുന്നു. ഡിസ്ക്രീറ്റ് വരുമ്പോൾ നമുക്കവിടെ ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും ഫ്രീക്വൻസി എന്ന് പറയുന്ന അഡീഷണൽ ഐറ്റമായിട്ട് വരുന്നത് കൊണ്ട് ഫ്രീക്വൻസിയും കൂടെ നമുക്ക് കാണണം. അപ്പോൾ FD ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ
μ-1 μ-2 μ-3 μ-4 ഇക്വേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് സിഗ്മ എഫ് ഡി ബൈ എൻ സിഗ്മ എഫ് ഡി സ്ക്വയർ ബൈ എൻ സിഗ്മ എഫ് ഡി ക്യൂബ് ബൈ എൻ സിഗ്മ എഫ് ഡി റേസ് ടു 4 ബൈ എൻ വെച്ചിട്ട് μ' കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം അതിനെ ആയിട്ട് കൺവേർട്ട് ചെയ്തു. കൺവേർഷൻ ഫാക്ടർ വ്യത്യാസമൊന്നുമില്ല, നേരത്തെ നമ്മൾ പഠിച്ച സെയിം ഇക്വേഷൻ തന്നെ. ഇൻഡിവിജ്വലിനും ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസ് സീരീസിനും സെയിം ഇക്വേഷൻസ് തന്നെയാണ് വരുന്നത്. അതിനുശേഷം β1 β2 ഇത്തരം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻസിലൊന്നും വ്യത്യാസമില്ല, അതുകൊണ്ട് നിങ്ങളത് തന്നെ വായിച്ച് നോക്കിയാൽ മതി. ഇല്ലസ്ട്രേഷൻ നമ്പർ 22 പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂസ് സീരീസിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളെപ്പോഴും കണ്ടിന്യൂസ് സീരീസിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മിഡ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് അസ്യൂംഡ് മീൻ എടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് 4 മൊമെൻറ്റ്സ് കാണണം, പിന്നെ മെഷർ ഓഫ് ക്യൂനെസ്സും കർട്ടോസിസും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മെഷർ ഓഫ് ക്യൂനെസ് എന്ന് പറയുമ്പോൾ β1 β2 ചെയ്യുന്നത്. β1 ക്യൂനെസിൻ്റെ മെഷറും β2 എന്ന് പറയുന്ന കർട്ടോസിസിൻ്റെയാണ്. അപ്പോൾ അത് ഓർത്തോണം. നിങ്ങളോട് ക്വസ്റ്റ്യനിലെ മെഷർ ഓഫ് ക്യൂനെസ് മെഷർ ഓഫ് കർട്ടോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ β1 β2 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ക്യൂനെസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ β1 മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതിയായിരിക്കും. ദെൻ ഇവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് പോലെ തന്നെ ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് ഇവിടെയും FD1 FD2 അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സ്ക്വയർ ക്യൂബ് റേസ് ടു 4 കാൽക്കുലേറ്റ് ചെയ്യുക. നേരെ ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ അതിനെ കൺവേർട്ട് ചെയ്ത് റോ മൊമെൻറ്റ്സ് ആക്കി മാറ്റിയെടുക്കുക, സെൻട്രൽ മൊമെൻറ്റ്സ് ആക്കി മാറ്റിയെടുക്കുക. β1 β2 ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുക. അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഇക്വേഷൻസൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസും ചെയ്ത് നോക്കുക. താങ്ക് യു.